മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സ്വഹാബികളിൽ അഅലമു അഹ്ലിൽ മദീന, മദീന കണ്ട പ്രഗത്ഭരായ സ്വഹാബിവര്യന്മാരിൽ വലിയ ജ്ഞാനിയായിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിയുടെ ഭർത്താവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് അബീ ബക്കർ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ്. ഖായിമൻ ബില്ലൈൽ സ്വായിമൻ ബിന്നഹാർ, പകലിൽ മുഴുവനും പകലന്തിയോളം നോമ്പെടുക്കുകയും രാത്രി നിസ്കാരത്തിൽ വ്യാപൃതരാവുകയും ചെയ്യുമായിരുന്ന. വകാന യഖ്തിമുൽ ഖുർആന ഫീ 4 ലയാൽ, 4 രാത്രികൾ കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഖതം തീർക്കുമായിരുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. 4 രാത്രിയിൽ 4 ദിവസമാകുമ്പോൾ ഖുർആൻ ഖതം തീർക്കുന്ന പറഞ്ഞു. ഒരു ജുസോ 2 ജുസോ അല്ല, ഖുർആൻ ഖതം തീർക്കും. അങ്ങനത്തെ മഹാനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. തൻ്റെ ഒരു കൊച്ചു മോനുണ്ട് മുഹമ്മദ് ഇബ്ൻ ഉർവ. ആ മോനെയും കൊണ്ട് ദീർഘമായ യാത്ര പോവുകയാണ് മഹാനവറുകൾ. ആ യാത്രക്കിടെ അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ്. കാലിൽ ആക്കില എന്ന് പറയുന്ന ഒരു അസുഖം, നമ്മുടെ കിതാബുകളിലൊക്കെ കാണുന്ന ഒരു അസുഖമാണ് ആക്കില. ആ അസുഖത്തിന് ഇന്ന് നമ്മൾ അറബിയിൽ പറയാ സറത്താൻ എന്നാണ്, ക്യാൻസർ എന്നാ പറയാ. അന്ന് ക്യാൻസറിന് പറയുന്നത് ആക്കില എന്നാണ്. തിന്നുകളയുന്ന രോഗം, ശരീരം തിന്നു തീർക്കുന്ന രോഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ ഇന്നതിന് ക്യാൻസർ എന്ന് പറയും. ആദനല്ലാഹ്, അള്ളാഹു നമ്മയും സർവവിശ്വാസികളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാൽപാദത്തിലേക്ക് അസുഖം വന്നപ്പോ ഡോക്ടർമാർ പറഞ്ഞു, ഉർവ കാല് മുറിച്ച് മാറ്റേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹ്, ഇല്ലല്ല, സമയമായിട്ടില്ല. അസ്ബിറു വ അൻതദിർ, ഞാൻ ക്ഷമിച്ചോളാം, കുറച്ചൊന്ന് കാത്തിരിക്കട്ടെ, ഇപ്പോഴേ മുറിക്കണ്ട എന്ന് പറഞ്ഞു. കാലിൽ നിന്ന് പാദത്തിൽ നിന്ന് മേലോട്ട് കണങ്കാലിലേക്ക് അസുഖം പടരുകയാണ്. അവര് പറഞ്ഞു, ഉർവ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, ലാ, ആയില്ല. അസ്ബിറു വ അൻതദിർ, എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, ഞാൻ സഹിച്ചുകൊള്ളാം, പിന്നെ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, അള്ളാഹു തന്നതല്ലേ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. കാൽ തുടയിലേക്ക് അസുഖം കയറി വരുന്നു. അവര് പറഞ്ഞു, ഉർവ ആരാണിതെന്നറിയണം. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും പകലന്തിയോളം നോമ്പെടുക്കുകയും എല്ലാ 4 ദിവസം കഴിയുമ്പോഴും ഖുർആൻ ഖതം തീർക്കുകയും ചെയ്ത ഒരാളിന് ക്യാൻസർ രോഗം വന്ന അനുഭവം നമ്മൾ ഓർക്കുന്നത്. നമ്മളിൽ ആർക്കെങ്കിലോ നമ്മുടെ ബന്ധുക്കളിലോ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മളങ്ങ് ഇല്ലാണ്ടെയായി പോകും, നമ്മളങ്ങ് തകർന്നു പോവാണ്. പടച്ചവനെ, എനിക്കോ എന്നെ പടച്ചവന് കിട്ടിയുള്ളൂ, വേറെ ആരും കിട്ടിയില്ലേ? ആ കള്ളു കുടിച്ച് നടക്കുന്നോ കണ്ടില്ല, ഒരു കുഴപ്പമില്ല നടക്കുന്നു. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തിനെ പറഞ്ഞു, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പുതിയാപ്പിള റെഡിയാണ്, പക്ഷെ പുതിയെണ്ണ റെഡിയാണില്ല. അപ്പം അങ്ങനെ പറഞ്ഞു, ഉസ്താദേ, കള്ളുപിടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കൊക്കെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് കല്യാണം നടക്കുന്നുണ്ട്. 5 നേരം നിസ്കരിച്ച് നടക്കുന്ന നല്ല കുട്ടികൾക്ക് പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ പാടാണ്, വൈകിപ്പോവാണ്. ഒരു കൊല്ലത്തോളം കാത്തിരുന്നു, അൽഹംദുലില്ലാ ഇപ്പൊ ശരിയായി. അപ്പോ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, റബ്ബേ എന്തേ നീ എനിക്ക് ഇങ്ങനെ പരീക്ഷണം തരുന്നു റബ്ബേ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഡോക്ടർമാർ പറഞ്ഞു, എന്തേ, നിങ്ങളുടെ കാലിലെ തുടഭാഗം മുറിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ശരീരം ഒന്നാകെ അസുഖം വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിലായി പോകും. ഞാൻ പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം തമ്പുരാനെ. അല്ലാഹുൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ തരുന്ന കഴിവും നീ തരുന്ന ആരോഗ്യവുമല്ലാതെ ഒന്നുമില്ല റബ്ബേ എനിക്ക്. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം വേണമേ. ഡോക്ടർമാർ കിടത്തുകയാണ്. അന്നത്തെ ഭിക്ഷുകരന്മാർ, നമ്മൾ ഈ കഥ പറയുന്നത് ഇവിടുന്ന് 1390 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം.
അത്രയും വർഷങ്ങൾക്ക് മുമ്പാണിത്. കാല് മുറിച്ചെടുക്കാനുള്ള കത്തിയും ആയുധങ്ങളുമായിട്ടൊക്കെ ഡോക്ടർമാർ റെഡിയാണ്. ഉർവ തങ്ങളോട് പറഞ്ഞു, ഒരു ഗ്ലാസ്സിൽ ഒരു ദ്രാവകമുണ്ട്, കാണിച്ചിട്ട് പറഞ്ഞു, ഉർവ, നിങ്ങളുടെ കാല് മുറിക്കുമ്പോൾ വേദന വരില്ലേ? വേദന അനുഭവിക്കാതിരിക്കാൻ ഞങ്ങളിതാ നിങ്ങൾക്ക് ഒരൽപ്പം മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനല്ല, പക്ഷേ വേദന അറിയാതിരിക്കാൻ ഒരൽപ്പം അങ്ങ് കുടിച്ചേക്കിൻ, ഞങ്ങൾ കാല് മുറിച്ചെടുക്കാം. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അനസ്തേഷ്യ ചെയ്യാതെ സൂചി കുത്താൻ അനസ്തേഷ്യ വേറുണ്ടോന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അനസ്തേഷ്യൻ്റെ സൂചി കുത്തുമ്പോഴേക്കും ആ വേദന അറിയാതിരിക്കാൻ അതിന് വേറെ മരുന്ന് വല്ലതുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗി കയറുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, പൊയ്ക്കോ, ICUയിലേക്ക് മാറ്റി അല്ലെങ്കിൽ റൂമിലേക്ക് മാറ്റി നമ്മൾ പറയും, രോഗി വല്ലതും അറിഞ്ഞോ, വല്ല വേദനയോ അറിഞ്ഞോ? മുൻകാലത്ത് നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. കടുത്ത പരീക്ഷണങ്ങളാണ്, വളരെ കടുത്ത പരീക്ഷണങ്ങളാണ്. അല്ലാഹുവേ, കള്ളു കുടിക്കുന്ന ആളുകൾ, കള്ളില്ലാതെ ഉറക്കം വരാത്ത ആളുകൾ, അല്ലാഹു തആല ഒരൽപ്പം സമ്പത്തോ സൗകര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ നന്നാക്കി തരുമ്പോഴേക്കും അള്ളാഹുവിനെ മറന്നു പോകുന്ന ചെറുപ്പക്കാർ, ഒന്ന് കേൾക്കുക എന്താണ് ഉർവ റളിയല്ലാഹു അൻഹു ഡോക്ടർമാരോട് പറയുന്നത് എന്ന്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ, എൻ്റെ കാല് മുറിക്കാൻ ഇവർ വന്നിരിക്കുകയാണ്. അഖ്ലുൻ മനഹനീഹി റബ്ബി ഉദ്ഹിബുഹു ബികഅസിൽ ഖംർ. അഖ്ലുൻ മനഹനീഹി റബ്ബി, അഖ്ലുൻ മനഹനീഹി റബ്ബി, എനിക്കല്ലാഹു ഓശാരമായി നൽകിയ എൻ്റെ ബുദ്ധി, എൻ്റെ അഖിൽ, ഉദ്ഹിബുഹു ബികഅസി ഖംറിൻ, ഒരു കോപ്പ കള്ളു കുടിച്ച് ഞാൻ നഷ്ടപ്പെടുത്തേണമോ? അല്ലാഹുവേ, നീ തന്ന ബുദ്ധി, കള്ളു കുടിച്ചിട്ട് ഞാൻ എന്തിനു ഒരു അല്പനേരം, എന്തിനായി പറഞ്ഞത്? ഓപ്പറേഷൻ ചെയ്യാൻ നിന്ന് കൊടുക്കാനാണ്. കാല് മുറിച്ചെടുക്കണ്ടേ, വേദന സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുടിച്ചേക്കിൻ എന്ന് അന്നത്തെ അനസ്തേഷ്യയാണത്. മഹാനവറുകൾ പറഞ്ഞു വേണ്ട, മഹാനവറുകൾ പറഞ്ഞു എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ഉളു എടുക്കാൻ പോവാണ്, നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിക്കുമ്പോ ഫഇദാ അന സബഹ്തു മഅ ആയാതില്ലാഹിൽ ബയ്യിനാത്ത്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ആയത്തുകളോടൊപ്പം ഞാനെങ്ങനെ നീന്തി തുടിക്കാൻ തുടങ്ങിയാൽ, സ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് അള്ളാഹുവിൻ്റെ ആയത്തുകളുമായി ഞാനങ്ങ് നീന്താൻ തുടങ്ങിയാൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചെടുത്തേക്കണം, അപ്പം ഞാൻ അറിയില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫതവല്ലഅ, വുളു എടുക്കുകയാണ്. വുളു എടുത്തു, ഇസ്തഖ്ബലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിലേക്കാണ് കടന്ന് അതിൻ്റെ ലയം പ്രാപിച്ചപ്പോ ഡോക്ടർമാർ ഓടി വരുന്നു. അദ്ദേഹത്തിന്റെ കാൽ തുടയിൽ നിന്ന് കാല് മുഴുവൻ മുറിച്ചെടുക്കുകയാണ്. അറിഞ്ഞില്ല, ചോര ഒലിക്കാൻ തുടങ്ങി, ചോര ഒലിക്കുകയാണ്. അന്ന് ചോര നിർത്തേണമെങ്കിൽ ചുടുവെള്ളത്തിൽ മുക്കലാണെന്ന പതിവ്. തിളച്ച എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ കൊണ്ടുവന്ന് അതിൽ കാല് മുക്കി വെക്കും. മഹാനവറുകളുടെ കാല് തിളച്ച വെള്ളത്തിലങ്ങ് മുക്കിയെടുത്തപ്പോ ആ വേദന കൊണ്ട് ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിൽ നിന്ന് ബോധരഹിതരായി വീണുപോയി. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല കാലെടുത്തു, ക്യാൻസറിന്റെ ഭാഗം, അഫക്റ്റഡ് ആയ ഭാഗം എടുത്തു മാറ്റിയാണ്. പക്ഷെ ബ്ലഡ് നിൽക്കാതെ വന്നപ്പോ ചുടുവെള്ളം വെച്ചു കൊടുത്തു. അതിന്റെ ചൂടിൽ, വേദനയിൽ മഹാനവറുകൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അള്ളാഹുവിനെ പഴിചാരിയില്ല. ആ കിടക്കുന്ന കിടത്തത്തിലാണ് മറ്റൊരു ട്രാജഡി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സ്വന്തം മകൻ മുഹമ്മദ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുവന്ന അവർ സഞ്ചരിച്ചിരുന്നൊരു ഒട്ടകമുണ്ട്. ആ ഒട്ടകം ഇച്ചിരി പറഞ്ഞത് കേൾക്കാത്ത ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ആ ഒട്ടകം അതിന്റെ കാലുകൊണ്ട് ചവിട്ടി കൊച്ചുമോനെ കാലുകൊണ്ട് ചവിട്ടി കൊന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടി മരിച്ചു. മുഹമ്മദ് എന്ന കുഞ്ഞ്, വാപ്പ ഇപ്പുറത്ത് കാല് മുറിഞ്ഞു കിടക്കുന്നു, ഇപ്പുറത്ത് സ്വന്തം കുഞ്ഞ് മുഹമ്മദ് മരണപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ പറഞ്ഞു, റബ്ബേ, അവരുടെ കാലിനെയാണോ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്?
അതല്ല കുഞ്ഞു മരിച്ചതിലാണോ? എന്താ നമ്മൾ ആദ്യം അവരോട് പറയാ? ഒന്ന് ഉണരുമ്പോ എന്തു പറയണമെന്നറിയാതെ കാത്തിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നപ്പോ കൂടെ നിന്ന ഡോക്ടർമാരും സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞു, അഹ്സനല്ലാഹു അസാഅക ഫീ ഇബ്നിക മുഹമ്മദ് വഅഹ്സനല്ലാഹു അസാഅക ഫീ റിജ്ലിക. ഉർവ, നിങ്ങളുടെ മോൻ മുഹമ്മദ് എന്നവർ മരിച്ചതിൽ നിങ്ങളുടെ സങ്കടം ഞങ്ങൾ അറിയുന്നു. ആ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ക്ഷമയുടെ നല്ല കൂലി തരട്ടെ. നിങ്ങളുടെ കാല് മുറിഞ്ഞു പോയതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. ആ സങ്കടം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. അഹ്സനല്ലാഹു അസാഅക ഫീ റിജ്ലിക. നിങ്ങളുടെ കാലിനേറ്റ മുറിവിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ആ സങ്കടവും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ആനവർ ചോദിച്ചു, എന്തു പറ്റി? എൻ്റെ മുഹമ്മദ് എന്ന മോൻ മരിച്ചുപോയോ? കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിനക്ക് അധികാരപ്പെട്ടവരാണല്ലോ, ഞങ്ങളെല്ലാവരും നിന്റെ അധികാരത്തിലാണല്ലോ. വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവരാണല്ലോ, നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരും. ആളുകൾ വിചാരിച്ചു ഇവർ വാവിട്ട് കരയുന്നു. ഒന്നും പറഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ യാ റബ്ബ്, അല്ലാഹുവേ എൻ്റെ രക്ഷിതാവേ, ഇൻ കുൻത അഖൽത ഫഖദ് അഅതൈത്. അല്ലാഹുവേ, നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീ തന്നവനാണല്ലോ, നീ തന്നിട്ടുമുണ്ടല്ലോ റബ്ബേ, നീ തന്നവനാണല്ലോ, നീ തന്നിട്ടുണ്ട്. എന്നിട്ടല്ലേ അല്ലാഹുവേ നീ കൊണ്ടുപോകുന്നത്. യാ റബ്ബ് ഇൻ അഖൽത ഫഖദ് അഅതൈത്. അല്ലാഹു കൊണ്ടുപോയതിലെ പരാതിയല്ല, കൊണ്ടുപോയെങ്കിൽ എന്തേ? അല്ലാഹു തആല നൽകിയിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അഅതൈതനി അർബഅതൻ മിനൽ വുൽദ്. 4 മക്കളെ തന്നുവല്ലോ റബ്ബേ നീ എനിക്ക്. 4 മക്കളെ തന്നു. വഅഖദ്ത മിന്നി വാഹിദ. 4 മക്കളിൽ ഒരു കുഞ്ഞിനെയാണ് നീ കൊണ്ടുപോയത്. 4 മക്കളിൽ ഒരു കുഞ്ഞിനെയാണ് അല്ലാഹുവേ നീ കൊണ്ടുപോയത്, ഒരാളെയാണ് നീ കൊണ്ടുപോയത്. ഫലക്കൽ ഹംദു അവ്വലൻ വആഖിറ വലക്കൽ ഹംദു ളാഹിറൻ വബാതിന. അല്ലാഹുവേ, അതുകൊണ്ട് അവ്വലിലും ആഖിറിലും നിനക്ക് തന്നെയാണ് സ്തുതി, അന്ത്യവും അവസാനത്തിലും നിനക്കാണ് റബ്ബേ. ആദ്യത്തിലും ഒടുക്കത്തിലും തുടക്കത്തിലും നിനക്ക് തന്നെയാണ് സ്തുതി. അവ്വലൻ വആഖിറ വളാഹിറൻ വബാതിന. പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലാഹുവേ നിനക്ക് തന്നെയാണ് സ്തുതി, നിന്നോട് തന്നെയാണ് റബ്ബേ നന്ദി പറയാനുള്ളത്. ഫലക്കൽ ഹംദു അവ്വലൻ വആഖിറ വലക്കൽ ഹംദു ളാഹിറൻ വബാതിന. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അഅതൈതനി യാ റബ്ബ് അഅതൈതനി അർബഅതൻ മിനൽ അത്റാഫ്. അല്ലാഹുവേ 4 അവയവങ്ങൾ നീ എനിക്ക് തന്നുവല്ലോ. 2 കൈയും 2 കാലും തന്നിട്ടുണ്ട്, 4 തന്നു. വഅഖൽത മിന്നി വാഹിദ. ആ 4-ൽ നിന്ന് ഒരു കാലല്ലേ റബ്ബേ നീ കൊണ്ടുപോയത്, 3 ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. 4-ൽ നിന്ന് 3 ബാക്കി വെച്ച് ഒന്നല്ലയോ റബ്ബേ നീ കൊണ്ടുപോയത്. ഫലക്കൽ ഹംദു അവ്വലൻ വആഖിറ വലക്കൽ ഹംദു ളാഹിറൻ വബാതിന. അല്ലാഹുവേ നിനക്കാണ് സ്തുതി റബ്ബേ, ആദ്യത്തിലും അവസാനത്തിലും നിനക്കാണ് സ്തുതി റബ്ബേ, പ്രത്യക്ഷമായും പരോക്ഷമായും നിനക്കാണ് റബ്ബേ സ്തുതി. 4 മക്കളെ തന്നിൽ ഒന്നല്ലേ റബ്ബേ നീ കൊണ്ടുപോയത്. 4 അവയവം തന്നതിൽ ഒരു കാലല്ലേ നീ കൊണ്ടുപോയത് റബ്ബേ. ഇങ്ങനെ ഒരു ക്ഷമയുടെ വാക്ക് ലോകത്ത് പറഞ്ഞ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മുടെ ജീവിതവുമായി ഒന്നിങ്ങനെ ബന്ധിപ്പിച്ചു നോക്കുക. നമ്മൾ അതില്ല, എനിക്ക് അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, എൻ്റെ വീടിൻ്റെ റൂം ഇപ്പോൾ 8-10 ആയിട്ടുള്ളൂ, 13-14 എൻ്റെ റൂമിന് വീതില്ലല്ലോ, എൻ്റെ വാഹനം ഇപ്പോൾ 2 വീലേ ആയിട്ടുള്ളൂ, എനിക്ക് 4 വീലേ ആയിട്ടില്ലല്ലോ, 4 വീൽ ഉള്ളവനത് ഇപ്പോൾ അൾട്ടോ ആയിട്ടുള്ളത്, ഇപ്പോൾ ഒന്ന് വലിയ കാറായിട്ടില്ലല്ലോ. ഇങ്ങനെ തുടങ്ങി നിസ്സാര വിഷയങ്ങളാണ്, നിസ്സാര വിഷയങ്ങൾ. എൻ്റെ കൂട്ടുകാരിക്ക് അത്ര ആഭരണം, എനിക്ക് അത്ര ഇല്ലല്ലോ, എൻ്റെ അയൽവാസിയുടെ വീട് എത്ര വലുപ്പമുണ്ട്, എൻ്റേത് അത്ര ഇല്ലല്ലോ. ഇങ്ങനെ നിസ്സാരമായ വിഷയങ്ങളിൽ
അള്ളാഹുവിനോട് പരാതി പറയുന്ന ആളുകൾ ഈ ഉർവ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് നോക്കുക. ഒരു കാലും പോയി പ്രിയപ്പെട്ട